Hello. Welcome to Market Discussion of the Day. Today, January 5th, 2025. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്, പുതിയൊരു വർഷമാണ് അല്ലേ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് ഈ ഒരു വർഷം നമുക്ക് വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ ഒരുമിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി പോകാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു പോവുകയാണ്. സോ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസുകൾ നിങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇന്നത്തെ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ ഈ ഒരു വർഷം എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തത്. പക്ഷേ ഭയങ്കരമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നതുകൊണ്ടിട്ട് US വെനിൻസുല എന്ന് പറയുന്ന രാജ്യത്തിനെ ആക്രമിക്കുകയും അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളൊരു വലിയൊരു ന്യൂസ് നമ്മൾ രാവിലെ തന്നെ കേൾക്കുകയുണ്ടായി അല്ലേ. സോ അത് കാരണം നമുക്ക് മാർക്കറ്റിനുണ്ടായിട്ടുള്ള ഒരു എഫക്റ്റ് ഭയങ്കര വലുതാണ്. സോ ഇന്നലെ രാത്രിയാണ് നമ്മൾ ആ ഒരു ന്യൂസ് അറിഞ്ഞതും. സോ ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഞാൻ ആക്ച്വലി എൻ്റെ ഡയറക്റ്റ്ലി കോൺടാക്റ്റിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ഈ ഒരു മെസ്സേജ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഒരു ഗ്യാപ്പ് അപ്പോ ഒരു ഗ്യാപ്പ് ഡൗണോ മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ പേഷ്യൻ്റായിട്ട് ഒരു ഒന്നോ രണ്ടോ സെഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മാറി നിന്നതിന് ശേഷം വെയിറ്റ് ചെയ്തിട്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എടുത്ത് പറഞ്ഞു പോയതല്ലേ, നിങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു പോയതല്ലേ. സോ ബേസിക്കലി എനിക്ക് അത് അതേപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ്. സോ മാർക്കറ്റ് 4330 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റ് 4360 റേഞ്ചിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത്. ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്. സോ ഇന്നത്തെ ദിവസം മാത്രമായിട്ട് ഓൾമോസ്റ്റ് ഒരു 1000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഗോൾഡിൽ നടന്നിട്ടുമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ US വെനിൻസുല എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ അറ്റാക്ക് ചെയ്തു എന്നതിലുപരി അല്ലെങ്കിൽ അവരുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു എന്നതിലുപരി US ലോകത്തോട് വിളിച്ചു പറയുകയാണ്, സോ ഇന്ന സ്ഥലങ്ങൾ എനിക്ക് വേണം, ഞങ്ങൾ അത് എടുക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം US ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതിനുശേഷം അതിൻ്റെ അതിൻ്റെ വെനിൻസുലയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉള്ള പ്രസ് കോൺഫറൻസിൽ ബേസിക്കലി മെക്സിക്കോ, കൊളംബിയ, ഗ്രീൻലാൻഡ് എന്ന് അങ്ങനത്തുള്ള രാജ്യങ്ങളേക്ക് വാർണിംഗ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു പ്രസ് കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളിവിടെ വെനിൻസുല എന്ന് പറയുന്ന രാജ്യത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, അതിനെക്കാട്ടിലും ഉപരി അത് കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ ഇവർക്ക് വാർണിംഗ് കൊടുത്തതാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അതിൻ്റെ മീനിങ് നമുക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ എടുക്കും എന്നുള്ള രീതിയിൽ ഉള്ളൊരു സ്വരവും കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ബേസിക്കലി ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ലാൻഡ് നാറ്റോയുടെ അണ്ടറിൽ വരുന്നൊരു രാജ്യമാണ്. ഓക്കെ, സോ അതിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നാറ്റോ അതിനകത്ത് ഇടപെടുകയും അത് വലിയൊരു പ്രശ്നമാകാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മളുടെ കൺമുന്നിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊരു ചെറിയൊരു ഷോർട്ട് ടേമിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് അല്ല ഈ ഒരു പർട്ടിക്കുലർ ന്യൂസിലുള്ളത്. ഇതൊരു ലോങ്ങർ ടേമിൽ നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, വെനിൻസുല എന്താണ് തിരിച്ച് ചെയ്യുന്നത് എന്നുള്ളതിനകത്ത് പ്രത്യേകിച്ച് വലിയൊരു കാര്യമൊന്നുമില്ല. ഓക്കെ, സോ അതൊന്നും ആർക്കും വലുതായിട്ട് അറിയുകയും വേണ്ട. പക്ഷേ ബാക്കിയുള്ള ലോക നേതാക്കന്മാർ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും ഒക്കെ ഓൾറെഡി US-നെതിരെ സംസാരിക്കുകയുണ്ടായി. ഓക്കെ, സോ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇന്നത്തെ US സെഷന് തൊണ്ടാവും. ഓക്കെ, ബെറ്റർ മാറി നിൽക്കുന്നതായിരിക്കും ഗോൾഡിൽ നല്ലത്. അതേപോലെ തന്നെ ഫ്രാൻസ്, സ്പെയിൻ പോലത്തെ രാജ്യങ്ങൾ അതേപോലെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് US ചെയ്തത് നല്ലൊരു കാര്യമല്ല. US-ന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അതേപോലെ തന്നെ ഇറ്റലി പോലത്തുള്ള രാജ്യങ്ങൾ US-നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ന്യൂസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ഈ ഒരു കാര്യം ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ റഷ്യ ഉക്രൈൻ വാറിനെക്കാട്ടിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം ഇതൊരു ചെറിയൊരു വാറോ മാത്രമല്ല. US അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രസ് കോൺഫറൻസിൽ ഇന്ന രാജ്യങ്ങൾക്കെതിരെ ഒരു വാർണിംഗ് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു ന്യൂസ് കൂടെയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോവുകയാണ്.
ഓക്കെ. സോ അതേപോലെ തന്നെ റഷ്യയും ചൈനയും എന്തൊക്കെ നിലപാടുകളാണ് ഇതിന് എടുക്കുന്നത്. ഓക്കെ. സോ എന്താ പറയുക, US ഡയറക്റ്റ്ലി ക്യൂബയ്ക്കും മെക്സിക്കോയ്ക്കും ഒക്കെ എതിരെ ഉള്ള 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 എന്താ പറയുക വാർണിംഗ് കൊടുത്തതിനകത്ത് റഷ്യയും ചൈനയും ഒക്കെ എന്താണ് നിലപാടുകൾ എടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ US സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ സെഷൻ. അതുകൊണ്ടിട്ട് തന്നെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഓൾറെഡി നമ്മൾ ഇപ്പോൾ വാറാണെന്ന് വെച്ച് അല്ലെ അൺസർട്ടനിറ്റി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഗോൾഡിൽ ബൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നല്ലൊരു പ്രൈസിൽ 4360 എന്നൊക്കെ പറയുന്ന പ്രൈസിലൊക്കെ ചിലപ്പോൾ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അവരോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും US സെഷന് മുന്നേ ആയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ട്രേഡിനകത്തുള്ള പ്രോഫിറ്റ് എടുത്ത് മാറുക. US സെഷനകത്ത് ട്രേഡ് ചെയ്യാൻ നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ഫണ്ടമെന്റൽസ് എന്താ വെച്ചാൽ നമ്മളുടെ ഉക്രൈനും യൂറോപ്യൻ ലീഡേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് നാളെ നടക്കാനായിട്ടിരിക്കുന്നു. സോ അതിനകത്ത് എന്ത് തീരുമാനമുണ്ടാകും എന്നുള്ളൊരു കാര്യം ലോകം മൊത്തം വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സോ ഇന്ന് നമുക്ക് രാത്രി 8 മണിക്കാണ് എന്ന് തോന്നുന്നു ISM 8:30 നമുക്ക് ISM മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് വരുന്നുണ്ട് രാത്രി 8 മണിക്ക്. ഓക്കെ, വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാക്കത്തില്ലെങ്കിലും അത് ഉറപ്പായിട്ടും മാർക്കറ്റിനെ ഒന്ന് ഒരു വലിയൊരു എന്താ പറയുക ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള ആ ഒരു ടൈമിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ കൂടുതലാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ രാത്രി 6:45 ബുധനാഴ്ച നമുക്ക് ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ചിന്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ ISM സർവീസ് PMIയുടെ ന്യൂസും ജോൾഡ് ജോബ് ഓപ്പണിങ്ങിന്റെ ന്യൂസും 8:30 ബുധനാഴ്ച വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, വ്യാഴാഴ്ച നമുക്ക് വ്യാഴാഴ്ച അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ഉണ്ടാവും. ഓക്കെ, എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ന്യൂസാണ്. രാത്രി 7 മണിക്കാണ് ഇന്ത്യൻ ടൈമിങ്ങിൽ ആ ഒരു ന്യൂസ് വരുന്നത്. ഓക്കെ, സോ വെള്ളിയാഴ്ച നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ നോൺ ഫാം പേറോളിൻ്റെ ന്യൂസും വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു വെള്ളിയാഴ്ച നമുക്ക് ഫുള്ളി മാറി നിൽക്കണം എന്നുള്ള അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, വെള്ളിയാഴ്ച അറ്റ്ലീസ്റ്റ് US സെഷന് മുന്നേ ആയിട്ടെങ്കിലും കംപ്ലീറ്റ്ലി മാറി നിന്നാൽ നമുക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ ദിവസവും പറയുന്നത് പോലെ USD JPYയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ USD JPYയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ 156 എടുക്കാൻ പറഞ്ഞ ട്രേഡ്, ഓക്കെ അല്ലേ, നമ്മൾ 156 ഒരു ട്രേഡ് എടുക്കാൻ പറഞ്ഞത്. USD JPYയിൽ 186 എടുക്കാൻ പറഞ്ഞ ട്രേഡ് നമ്മൾ അവസാനിപ്പിച്ചത് 157.20 നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് പറഞ്ഞത് അല്ലേ. 1:1.5 റേഷ്യോയിലുള്ള ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും ഇന്ന് ആ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ 1:1.5 റേഷ്യോയിൽ 156 അവിടെ നിന്നുള്ളൊരു ബൈ നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് ആ ടാർജറ്റ് എത്തി എന്നുള്ളൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇപ്പോൾ 156.70 മാർക്കറ്റ് നിൽക്കുന്നു. 156 അവിടെ വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് USD JPYയിൽ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 156 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 155.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ട് നമ്മൾ പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ 156 അവിടെ നിന്നുള്ളൊരു ബൈ, 155.40 താഴെ സ്റ്റോപ്പ് ലോസ്, 157.20 അവിടെ ടേക്ക് പ്രോഫിറ്റും നമുക്ക് USD JPYയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പം യൂറോ ഇന്നും നാളെയും തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം ഉക്രൈനും യൂറോപ്യൻ ലീഡേഴ്സും തമ്മിലുള്ള മീറ്റിംഗ് ഓൾറെഡി നടന്നിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞ ആഴ്ച നമ്മൾ 1.1800 അവിടുന്ന് നമ്മൾ സെല്ലെടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ സെല്ലെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള മോർ ദാൻ 150 പിപ്സിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പൊസിഷൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് നമുക്ക് ഉറപ്പായിട്ടും, നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പല ആൾക്കാരും പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുണ്ട്, ഇല്ലാത്ത ആൾക്കാർ ഉറപ്പായിട്ടും ഒരു മിനിമം ഒരു 100 പിപ്പിൻ്റെ എങ്കിലും പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്.
ഓക്കെ, സോ യൂറോയിൽ അതാണ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും യൂറോയിൽ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. അതേപോലെ തന്നെ യൂറോയിൽ ഓൾറെഡി 1.1800 അവിടുത്തെ സെല്ല് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി മാർക്കറ്റിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ജി ബി പിയിലോട്ട് വരുമ്പോൾ ജി ബി പി ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.34532 നിൽക്കുന്നു. സോ ബേസിക്കലി നമ്മൾ 1.34 ഒക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അന്നത്തെ ഒരു ഇൻട്രാഡേ പോലത്തുള്ള രീതിയിൽ ഒരു ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഞാൻ അത് റെക്കമെൻഡ് ചെയ്തില്ല. നമ്മൾ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി 1.3300 മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാലാണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ദിവസം എൻഡ് ആവുന്നത്, ഇന്നത്തെ ദിവസം നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. 1.3400 അവിടെ അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിക്കുന്നത്. നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 1.3400 മുകളിൽ തന്നെയാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബെറ്റർ ബൈ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് എനിക്ക് ജി ബി പിയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള നാളത്തെ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, നേരെ പക്ഷം ഇന്ന് നമുക്ക് യു എസ് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ട് പോവുകയും 1.3400 ബ്രേക്ക് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നാളെ മാർക്കറ്റ് ഡിസ്കഷന് ശേഷം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യവും. ഓക്കെ, സോ ഇതാണ് എനിക്ക് ജി ബി പി യു എസ് ഡിയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡിൽ നിന്ന് എനിക്ക് ഒരു റെക്കമെൻഡേഷനും ഇല്ല ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് ഇന്ന് ട്രേഡിങ്ങിനകത്തില്ല. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഗോൾഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ബെറ്റർ ഒരു ലോങ്ങർ ടേം ഓപ്പർച്യൂണിറ്റി പറയുന്നത് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് 4230 4280 റേഞ്ചിലോട്ട് മാർക്കറ്റ് എങ്ങാനും വീണ് കിട്ടുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഒക്കെ ഒറ്റയടിക്ക് തന്നെ നമ്മുടെ യു എസ് സെഷനിലോട്ടൊക്കെ വീഴാം. ഓക്കെ, സോ ആ ഒരു റേഞ്ചിലോട്ട് 4230 4280 റേഞ്ചിലോട്ട് നിന്ന് വീണ് കിട്ടിയാൽ നമുക്ക് അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഗോൾഡിലുള്ള ബൈ ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 4230 4280 റേഞ്ചിൽ നമുക്ക് ഗോൾഡ് വാങ്ങുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 4280 ബൈ ചെയ്യുന്ന ആൾക്കാർ $25 സ്റ്റോപ്പ് ലോസ്, 250 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസും $37 ടേക്ക് പ്രോഫിറ്റും എടുക്കുക. വെച്ച് തന്നെ ട്രേഡ് ചെയ്യുക. ഓക്കെ, 4230 ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ഇതേ റേഷ്യോയിൽ $25 സ്റ്റോപ്പ് ലോസും $37 ടേക്ക് പ്രോഫിറ്റും എടുത്ത് ട്രേഡ് ചെയ്യുക. 1:1.5 റേഷ്യോയിൽ തന്നെ ട്രേഡ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് യു എസ് സെഷൻ ഓപ്പൺ ആവുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് ഇന്നും നാളെയായിട്ടൊക്കെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ലോക നേതാക്കന്മാർ പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഗോൾഡിലോട്ട് ട്രേഡ് ചെയ്യാം എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് എല്ലാവർക്കും നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.